ഇതൊരു പഴയ CD 100 മീറ്ററാണ്. അതിനായിട്ട് എൻ്റെ ഒരു പഴയ ഒരു റീസ്റ്റോർ ചെയ്യുന്ന 1990 മോഡൽ CD 100ൻ്റെ പഴയ വളരെ കാണാൻ പറ്റാത്ത മങ്ങിയ ടൈപ്പിലുള്ളൊരു മീറ്റർ എടുത്ത് അതിൻ്റെ കേസ് ഞാൻ ആദ്യം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് 250 60 കൊണ്ട് മറ്റാണ് വാങ്ങിച്ചത്. അതായത് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ നിന്ന് ആദ്യം തന്നെ പിടിച്ചു. അതിന് സ്ക്രൂകളൊക്കെ ഒന്ന് അൺസ്ക്രൂ ചെയ്ത് ജസ്റ്റ് നിസ്സാര പരിപാടിയുള്ളൂ. ഒറ്റ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതൊക്കെ വയറുകളൊക്കെ സൂക്ഷിച്ച് ഊരി ജസ്റ്റ് സിമ്പിൾ പരിപാടി. അത് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ ആ ലോക്കിനെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ പഴയ ബൾബുകളൊക്കെ അതിൻ്റെ ആ സ്പോട്ടിൽ നിന്ന് കുറച്ച് ബലം പിടിച്ചിട്ടായാലും ഒന്ന് തുറന്നിട്ട് അതിന് നമ്മൾ പഴയ പൊസിഷനിലേക്ക് തന്നെ വയ്ക്കുകയാണ്. എന്നിട്ട് അതിനെ ഒരൊറ്റ സ്ക്രൂൾ ആ ലോക്ക് പിടിക്കാനായിട്ട് അതുകൊണ്ട് സ്ക്രൂ ചെയ്തതിന് ശേഷം പഴയ ബൾബ് ഇരുന്ന സ്ഥാനത്ത് മാറ്റി ഒരു LED മൾട്ടി കളർ ബൾബ് 60 രൂപയ്ക്കൊക്കെ നമ്മുടെ സ്പെയർ പാർട്സ് കടയിലൊക്കെ കിട്ടും. മൾട്ടി കളർ ബൾബ്. അത് ജസ്റ്റ് അത് മാത്രം ഇട്ടാൽ മതി. ഒറ്റ കളറിൽ ഒരു 2-3 ഒറ്റ ബൾബിൽ 2-3 കളർ വരുന്നു. എന്നിട്ട് നമ്മൾ പഴയ പോലെ കവർ ചെയ്ത് അതിൻ്റെ ബ്രാക്കറ്റുകളായിട്ട് പിടിച്ചതാണ് ഞാനതൊന്ന് പെയിൻ്റ് അടിച്ചു. ജസ്റ്റ് പെയിൻ്റ് അടിച്ച് വിട്ടുപോയൊരു സാധനമാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ക്യാൻ ഉപയോഗിച്ചിട്ട് സിൽവർ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലാക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് സിൽവർ അടിച്ചു. അത് നമുക്കൊന്ന് പിടിപ്പിച്ച് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അഴിച്ചെടുത്തതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. ന്യൂട്രൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ മീറ്ററാണ്. നല്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത്. ഇതെങ്ങനെയുണ്ട് ഗൈസ് അഭിപ്രായം എന്ന് പറയണേ. ജസ്റ്റ് 60 രൂപ മാത്രമേ ബൾബിന് ചിലവുള്ളൂ.